പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഒരു ഗ്രാൻഡ് ബീമർ നമ്മുടെ വീട്ടിൽ കയറ്റി, പിന്നെ നമ്മളൊരു ട്രാവലർ കയറ്റി, ഇപ്പോൾ ഫൈനലി ഒരു സെഡോണും കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ചെയ്യാൻ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ഗ്യാരേജിൽ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകണം. ഓക്കെ, അത് വണ്ടിയിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകുന്നില്ല. ഓക്കെ, സൗണ്ട് വർക്കും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, എന്നാണേലും അത് കഴിയുമ്പോൾ ചെളിയാവും. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് എയറൊക്കെ കയറ്റി നേരെ പോവുകയാണ്. അപ്പം നമ്മൾ ട്രാവലർ ചെയ്തിടത്തല്ല. ഓക്കെ, ട്രാവലർ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു ചെറിയ ഷെഡിലിട്ടാണ് ചെയ്തത്. അത് അവൻ്റെ ഒരു ചെറിയ വീടിൻ്റെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അവൻ്റെ ശരിക്കും സ്ഥലം നമ്മുടെ പഴയ വീടിൻ്റെ സ്ഥലത്താണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് വലിയ വണ്ടിയായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വലിയ വണ്ടി കയറിപ്പോകാൻ കുറച്ച് പാടാണ്, കയറിപ്പോയിക്കോളും. പക്ഷേ റോഡ് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ടൊന്ന് വീഡിയോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നല്ല കുറവാണ്. ഓക്കെ, ലൈക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കയറുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു ഇടയായിട്ട് ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ 2-3 ദിവസമായിട്ടില്ല. അപ്പോൾ മാക്സിമം ഒന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം വരുന്നതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് അകത്തോട്ട് കയറ്റണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഞാൻ കയറ്റി ഓടിച്ചത് കുറച്ച് ഇതായിപ്പോയി. ഓക്കെ, കുറച്ചുകൂടെ അങ്ങ് പിടിച്ചിട്ട് ഓടിക്കണമായിരുന്നു. സോ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വഴി ഫുൾ ബ്ലോക്കായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ പോകണം. ഓക്കെ, നേരെ പോയിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കയറ്റാമെന്ന് ഓർത്തു. സോ നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിക്കാൻ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ട്രാവലറും പഴയ ബസ്സെല്ലാം ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണ്. ഇപ്പുറത്തെ ഇനി ആ സൈഡിലാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, കഴുക്കും പരിപാടിയൊക്കെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീടിന് അവിടെ ഇട്ട് കഴുകും. പിന്നെ വല്ലപ്പോഴും ഇവിടെ കൊണ്ട് കഴുകും. ഓക്കെ, ഇവിടെ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം കയറണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ചെറിയൊരു ഏരിയയിൽ കൂടെ വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റിയെടുക്കാൻ. ഓക്കെ, തൊട്ടില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ കയറ്റുന്നത്. കാരണം വണ്ടിയിൽ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, അമ്മമാരെല്ലാം ഇവിടെ ഷോപ്പിലാണ്, ഇതിനകത്താണ്. ഓക്കെ, അപ്പം നമ്മൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. കയറിപ്പോരാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ഇടയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചിട്ട് റിവേഴ്സ് എടുത്ത് ഗ്യാപ്പിലോട്ട് കുത്തി കയറ്റണം. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വേണം വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങാൻ. അപ്പോൾ നമ്മളൊരു വിധത്തിൽ വണ്ടി ഈ ഗ്യാപ്പിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ മുതലാളി പോരും. അപ്പോൾ പുള്ളിയെ കൂട്ടിക്കൊണ്ട് നേരെ വണ്ടിക്ക് ആവശ്യമുള്ള ചെറിയൊരു ആക്സസറീസും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് ഒരു ചെറിയ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി എടുക്കണം. ഓക്കെ, നമ്മുടെ ചെറുക്കനും അവിടെ കിടപ്പുണ്ട്. സ്റ്റിക്കർ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മുതലാളി പുറത്തുനിന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെറുക്കനെടുത്തിട്ട് നേരെ പോകുന്നത് നമ്മുടെ വണ്ടിക്ക് ബസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളെല്ലാം ഒരു പുള്ളിയുടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം പുള്ളിക്ക് പണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. സോ അപ്പോൾ പുള്ളി കൊടുത്തപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ആഡ് കണ്ടിട്ട് പുള്ളിനെ വിളിച്ചു. സംഭവം ഉണ്ട്, നേരത്തെ പോവുകയാണ്, നോക്കിയും എടുക്കാനുണ്ട്. ഓക്കെ, ആവശ്യമുള്ള പിക്സൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് പോയി എല്ലാം സംഭവം നോക്കി സാധനം എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മുതലാളിൻ്റെ കാശും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ സാധനമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വരും. പുള്ളിയുടെ വർക്കേഴ്സ് സാധനം എടുത്ത് വണ്ടി വെച്ച് തരും. ഓക്കെ, ഇതാണ് വീടും കാര്യങ്ങളല്ലേ. ഇവിടെ ട്രാവലറും ബസ്സൊക്കെ കയറിപ്പോരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് പാടാണ്. നമ്മൾ കാറും ട്രാവലറും കയറിപ്പോരും, ബസ് കയറിപ്പോരാൻ പാടാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഈ സാധനം എല്ലാം കയറ്റി നേരെ തിരിച്ച് പോവാണ്. അപ്പം ഇന്നലെ ഒരു ടീമും കാര്യങ്ങളെല്ലാം, ഇന്നലെ വൈകുന്നേരം നമ്മൾ വണ്ടി ഓട്ടം കഴിഞ്ഞ് വന്ന വഴിക്ക് ഒരു ടീമും കാര്യങ്ങളെല്ലാം വണ്ടി കണ്ടിട്ട് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് മുതലാളി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ വണ്ടി സെയിലാവും, ഒന്നും അറിയില്ല. എന്നാണേലും അപ്ഡേഷന് സെറ്റ് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിച്ചത് എങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടൊക്കെ. അപ്പോൾ നമ്മുടെ ചെറുക്കന് ഇവിടെ ഇട്ടിട്ടുണ്ട് കാറ്. അപ്പോൾ ഞാനും മുതലാളി ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ബസ് കാണാനില്ല. എന്നിട്ട് മുതലാളി എന്നാൽ പിന്നെ പോയേക്കുവാന്ന് പറഞ്ഞു പോയി.
അപ്പോഴാണ് ഒരു ഹോണടി കിട്ടി. ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ അവന്മാർ എല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് കാറിൽ പോകേണ്ടയും വരം ബസ്സിൽ പോയേക്കുന്നു. ഓക്കെ, എല്ലാം വട്ടന്മാരാണ്. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ വണ്ടിപ്രാന്തന്മാരാണ്. ഓക്കെ, അങ്ങനെ അവന്മാർ ചായയും കാര്യങ്ങളെല്ലാം കുടിക്കാൻ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് വെച്ച് കയറ്റുവാണ് അവന്മാർ. ഓക്കെ, ഞാനല്ല, അവന്മാരാണ് വണ്ടി ഓടിച്ച് കയറ്റുന്നത്. ഞാൻ ഇവിടെ സൈഡ് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പോട്ടെ. അപ്പോൾ അവന്മാർ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടിട്ട് ഇനിയിപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം പതുക്കെ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച ആകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കിട്ടും. കാരണം സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ഉണ്ടല്ലോ, സോ കുറച്ചുകൂടെ ലാഗാവും. അങ്ങനെ അവന്മാർ വണ്ടിയിൽ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇവിടെ താഴെ ഒരു പുഴ വരെ വന്നതാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഷെൽബിയും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്, കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നേക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ വണ്ടിയുടെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.